ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് ഞാൻ കുക്കറിലാണ് ദം ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയുണ്ട്. 6.5 ലിറ്ററിൻ്റെ കുക്കറാണ് ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. പച്ചമുളകൊക്കെ അവരവരുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തത് 3 ടേബിൾ സ്പൂൺ ഉണ്ട്. മീറ്റൊക്കെ വെക്കുമ്പോൾ എപ്പോഴും ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ചേർക്കണം, എങ്കിലേ ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഇഞ്ചി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം, ഇല്ലെങ്കിൽ ആ ഇഞ്ചിയുടെ പച്ച ടേസ്റ്റ് നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ അതുണ്ടാവും. ഇനി ഇതിലേക്ക് 2 മീഡിയം സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ തീരെ ചെറിയ സവാളയൊക്കെയാണ് ഒരു 3-4 സവാള ചേർക്കാം. ഇതൊരു മീഡിയം സൈസാണ്, ഒരു 2 സവാള. ചില സവാളയൊക്കെ ആണെങ്കിൽ മധുരം വരും, അപ്പോൾ അതുകൊണ്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുകയും ചെയ്യരുത്. ഇനി ഇത് നന്നായിട്ട് ബ്രൗൺ ആകുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നന്നായിട്ട് വഴണ്ട് ബ്രൗൺ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ മുളക് പൊടി. ഈ പൊടികളൊക്കെ അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാം. നമ്മൾ പൊടിച്ചെടുത്ത ഗരം മസാല ഒരുപാട് സ്ട്രോങ് ആണെങ്കിൽ അതനുസരിച്ച് കുറച്ച് ചേർക്കണം. ആ മസാലപ്പൊടികളുടെയൊക്കെ പച്ചച്ചുവ ഒന്ന് മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. മെഷറിംഗ് സ്പൂണിൻ്റെ കണക്കിനാണ് ഇത് പറയുന്നത്. നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പൂണിൻ്റെ അളവെടുക്കുമ്പോൾ അത് ഒത്തിരി കൂടുതലായിരിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ച് ചേർക്കാം. അപ്പോൾ അത് ആദ്യമേ ചേർക്കാൻ വിട്ടുപോയതാണ്. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിൽ അടച്ചു വെച്ചിട്ട് ഈ തക്കാളി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അതൊന്ന് ഇളക്കി ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 പൗണ്ട് മട്ടൺ ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം 1 കിലോയ്ക്ക് അടുത്ത് മട്ടൺ ഉണ്ട്. 900 ഗ്രാം ഉണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മസാലയിൽ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഒരുപാട് വലിയ പീസല്ല, കുറച്ച് മീഡിയം സൈസായിട്ട് മുറിച്ചതാണ്. ഇനി ഇതിലേക്ക് അധികം പുളിയില്ലാത്ത 1/4 കപ്പ് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മീറ്റ് സോഫ്റ്റ് ആകാനും വേഗത്തിൽ വേകുന്നതിന് വേണ്ടിയിട്ടാണ് തൈര് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു വിസിലടിച്ചൊന്ന് വേവിച്ചെടുക്കാം. ഒരു 1/4 കപ്പും ഒരു 1-2 ടേബിൾ സ്പൂണും കൂടെ വെള്ളം മതിയാവും. നിങ്ങൾ ഉപയോഗിക്കുന്ന മട്ടൻ്റെ ടൈപ്പ് അനുസരിച്ച് വേകുന്ന സമയമൊക്കെ വ്യത്യാസം വരും. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന മട്ടൻ ഒരുപാട് സമയം എടുക്കത്തില്ല, വേഗത്തിൽ വെന്ത് കിട്ടും. ഇനി ഇത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിലാവുന്നിടം വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിലിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് പ്രഷർ കംപ്ലീറ്റ് പോകുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. ഇനി ഈ മട്ടൺ വേകുന്ന സമയത്ത് നമുക്ക് അരി വേവിച്ചെടുക്കാം. അതിനായിട്ട് ഒരു വലിയ പാത്രത്തിൽ കുറച്ചേറെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ആ വെള്ളത്തിന് കുറച്ച് കൂടുതലായിട്ട് ഉപ്പ് ഫീൽ ചെയ്യണം. അപ്പോഴേ ആ റൈസിലേക്ക് കറക്റ്റ് പാകത്തിന് ഉപ്പാകത്തുള്ളൂ. ഒരു 3-4 ചെറിയ കഷ്ണം പട്ട ഒടിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 10-12 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു 8 ഏലക്ക ചതച്ചെടുത്തത് ചേർക്കാം. ഒരു വലിയ നുള്ള് കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ബിരിയാണിയിൽ എപ്പോഴും ഈ പരന്ന നാടൻ ടൈപ്പ് കറുവപ്പട്ട മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഈ ചുരുണ്ടിരിക്കുന്ന സിനമൺ ഉപയോഗിക്കരുത്. അപ്പോൾ അത് സാധാരണ ബേക്കിംഗ് റെസിപ്പീസിലും സ്വീറ്റ്സും അല്ലെ സിനമൺ ടീ ഒക്കെ ഉണ്ടാക്കാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി ഇത് അടച്ചു വെച്ച് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് ആ മസാലയുടെ ടേസ്റ്റ് ഒക്കെ അതിന് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 കപ്പ് ബസ്മതി അരി കഴുകി ഊറ്റിയെടുത്താണ് അത് ഇട്ട് കൊടുക്കാം. 250 ml മെഷറിംഗ് കപ്പിന് 4 കപ്പ് ബസ്മതി അരിയാണിത്. അത് ലോങ് ഗ്രെയിൻ ആണ്, നല്ല നീളമുള്ള അരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ആ മട്ടൺ ഒരു വിസിലടിച്ച് വേവിച്ചു. അതിനുശേഷം അതിൻ്റെ സ്റ്റീമെല്ലാം പോകുന്നിടം വരെ വെയിറ്റ് ചെയ്തിട്ട് തുറന്ന് നോക്കാം. നമ്മൾ 1/2 കപ്പിൽ താഴെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, ബാക്കി മട്ടണിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇനി ഇതിലേക്ക് ചോറും കൂടി ഇട്ടതിന് ശേഷമാണ് ബാക്കി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ വേവ് കൂടുതലുള്ളതോ അല്ലെങ്കിൽ വലിയ പീസ് മട്ടനൊക്കെ ആണെങ്കിൽ അതനുസരിച്ച് കുക്കിങ്ങിൻ്റെ ടൈം വ്യത്യാസം വരും. ഇനി ചോറ് 80% വെന്ത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അരി കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു നോക്കുമ്പോൾ അത് 2-3 ആയിട്ട് ഇങ്ങനെ ഒടിഞ്ഞു വരും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്.
തീ ഓഫാക്കി കഴിയുമ്പോൾ ആ മസാലയൊക്കെ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അത് നമ്മൾ റൈസ് കഴിക്കുമ്പോൾ കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതങ്ങ് എടുത്ത് മാറ്റാം. ഇനി നമുക്ക് ആ കറിയുടെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം. കറി നന്നായി തണുത്തിരിക്കുകയാണെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം ചോറിട്ട് കൊടുക്കാൻ. ഇനി ഓരോ തവി ചോറ് കോരിയിട്ട് നമുക്ക് ഈ കറിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചൂടുവെള്ളത്തിൽ കലക്കിയതാണ് ഒരു നിറത്തിന് വേണ്ടിയിട്ട്. അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല നാടൻ ഗരം മസാല കുറച്ച് വിതറി കൊടുക്കാം. അങ്ങനെ മുഴുവൻ ചോറും ഇതേപോലെ ലെയർ ആക്കി ഇട്ട് കൊടുക്കാം. കുറച്ച് ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ചോറിന് നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ കിട്ടും അന്നേരം. ഇനി ഏറ്റവും മുകളിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി സവാള വറുത്തതും കാഷ്യൂനട്ടും മുന്തിരിയും വറുത്തതും ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ല ഫ്രഷ് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. അപ്പം എൻ്റെ ഫാമിലിയിലൊന്നും ഇപ്പം മട്ടനകത്ത് മല്ലിയിലയൊക്കെ ഇടുന്നതൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അതുകൊണ്ട് ഞാൻ ആ കറിയിൽ ചേർത്തിട്ടില്ല. റൈസിൻ്റെ മുകളിൽ വളരെ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇനി ഇതൊരു മീഡിയം ഹീറ്റിൽ 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അതിനുശേഷം തീ നന്നായി കുറച്ചിട്ട് 20 മിനിറ്റ് വിസിൽ ഉപയോഗിക്കാതെ വേവിച്ചെടുക്കാം. സ്റ്റീൽ കുക്കർ ആയതുകൊണ്ട് ഇത് വേഗത്തിൽ ചൂടാവും. അതുകൊണ്ട് ഞാനൊരു ഇരുമ്പ് തവയുടെ മുകളിൽ വെച്ചിട്ടാണ് ഇത് ദം ചെയ്തെടുക്കുന്നത്. ഇനി തീ ഓഫ് ചെയ്ത് ഈ വെയിറ്റ് ഇട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതൊന്ന് തണുക്കുന്നതിനായിട്ട് വെക്കാം. ഇപ്പം ആകെ 35 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ബിരിയാണി വെക്കുമ്പോൾ ഒരു 10 മിനിറ്റ് തണുക്കുന്നതിനായിട്ട് വെക്കണം. ഇല്ലെങ്കിൽ നമ്മൾ തവിയിട്ട് എടുക്കുമ്പോൾ ആ ചോറ് അങ്ങ് കുഴഞ്ഞു പോകും. അതിനാണ് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ മട്ടൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് കോരിയിട്ട് ഇതൊരു പരന്ന പാത്രത്തിലേക്ക് മാറ്റാം. സാധാരണ കുക്കറിൽ നമ്മൾ ബിരിയാണി വെച്ച് കഴിഞ്ഞാൽ ഈ ചോറും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് മൊത്തത്തിലൊരു ചുമന്ന നിറമായിരിക്കും. അതേപോലെ ആ മീറ്റിലേക്ക് നന്നായിട്ട് മസാലയൊന്നും പിടിക്കത്തില്ല. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കുഴഞ്ഞും പോകത്തില്ല, കാണാനും ഒരു ഭംഗിയായിരിക്കും, എന്നാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരിക്കും. അപ്പോൾ കുക്കറിൻ്റെ അടിയിലൊന്നും ഒട്ടും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഇനി മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.